കാറിൻ്റെ ടയറുകളിൽ നൈട്രജൻ ഫില്ല് ചെയ്യുന്നതിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ. നൈട്രജൻ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. അത് പക്ഷേ നമ്മളുടെ യൂസേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എത്രത്തോളം അത് ബെനിഫിഷ്യബിൾ ആണെന്നുള്ളത്. മെയിൻലി ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടെയുള്ള എയർ ടോപ്പപ്സ് അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നൈട്രജനിലുള്ള മോളിക്യൂൾസിൻ്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ ഫ്രീക്വൻറ്റ് പ്രഷർ ലോസസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്രീക്വൻറ്റ് ടോപ്പപ്സ് നമുക്ക് ഒഴിവാക്കാം. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ അത് എക്സ്പാൻഷൻ എയറിൻ്റെ അത്ര ഇല്ലാത്തതുകൊണ്ടും കുറച്ചുകൂടെ കൂളറായിട്ടായിരിക്കും ഓടുന്നത്. പക്ഷേ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ഡ്രൈവ്സിൽ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. സോ നമ്മുടെ യൂസേജ് ഒരു 20-30 കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഒരു ലോങ് ഡ്രൈവ് ഒരു 300, 400, 500 കിലോമീറ്റേഴ്സ് ഓടുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിരിക്കും. അത് മാത്രമല്ല ഓവറോൾ ടയർ ലൈഫിന് അത് ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. പിന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കൊറോഷനാണ്. സോ നൈട്രജനിൽ ഉള്ള മോയ്സ്ചർ കണ്ടൻറ്റ് എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് തന്നെ കൊറോഷൻ അത് വളരെയധികം റെഡ്യൂസ് ചെയ്യും. പക്ഷേ മോസ്റ്റ് മോഡേൺ കാർസിലും അതുപോലെ തന്നെ പ്രീമിയം കാറുകൾ എല്ലാത്തിലും നമുക്ക് ഹൈ ക്വാളിറ്റി അലോയ് വീൽസ് വരുന്നതുകൊണ്ട് തന്നെ കൊറോഷൻ്റെ ഒരു സാധ്യത അവിടെ ഇല്ല. എങ്കിലും നമ്മുടെ ടയറിൻ്റെ വാൾവ്സ് ഉണ്ട്. ഈ വാൾവ്സ് കൊറോഷൻ വരാനുള്ള ചാൻസസ് ഇത് വളരെയധികം റെഡ്യൂസ് ചെയ്യും. ഇതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾ എയർ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും കറക്റ്റ് ടയർ പ്രഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ കറക്റ്റ് ടയർ പ്രഷേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ വെഹിക്കിൾ റൈഡ് ക്വാളിറ്റി, വെഹിക്കിളിൻ്റെ ഡൈനാമിക്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂവൽ എഫിഷ്യൻസി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സേഫ്റ്റി, ഇതെല്ലാം ടയർ പ്രഷേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ റൈറ്റ് ടയർ പ്രഷേഴ്സ്. താങ്ക് യു.